ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് എജു ടോക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ മറ്റൊരു മെയിൻ ടോപ്പിക്കായിട്ടുള്ള ഫിലിപ്സ് കർവിനെ പറ്റിയാണ്. ഫിലിപ്സ് കർവ് എന്നാൽ മണി വേജ് റേറ്റും റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ബന്ധം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇതിൻ്റെ ഡാറ്റ റിലേറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1861 മുതൽ 1957 വരെയുള്ള കാലഘട്ടമാണ്. കൂടാതെ ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കൂടിയാണ്. ഈ പിക്ചറിൽ കാണുന്നതാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ മണി വേജ് റേറ്റ് കണക്കാക്കുന്നത് വെർട്ടിക്കൽ ആക്സിസ് അഥവാ വൈ ആക്സിസിലും റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കണക്കാക്കുന്നത് എക്സ് ആക്സിസിലും ആണ്. ഫിലിപ്സ് കർവ് അഥവാ PC എന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഈ കർവ് കാണിക്കുന്നത് OU റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനോട് OM റേറ്റ് ഓഫ് മണി വേജ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മണി വേജ് റേറ്റ് എന്നത് OM 1 ആണ്. ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നത് OU 1 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഫിലിപ്സ് കർവിൽ ചിത്രീകരിച്ചിരിക്കുന്നതിന് രണ്ട് തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആദ്യത്തേത് എന്ന് പറയുന്നത് ബിഹേവിയർ ഓഫ് ഓർഗനൈസ്ഡ് ലേബറുമായി ഫിലിപ്സ് കർവ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഫിലിപ്സ് കർവ് എക്സസ് ഡിമാൻഡ് ഫോർ ലേബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇത്രയുമാണ് ഫിലിപ്സ് കർവിനെ കുറിച്ച് പറയാനുള്ളത്.